ഒരു നല്ല കേൾവിക്കാരൻ, ഒരു ലിസണർ ആവുക എന്നുള്ളത് മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ അട്രാക്റ്റീവും ഇൻ്റലിജൻറ്റുമായി മാറാനായി നിങ്ങളെ സഹായിക്കും. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ ലിസണിങ് സ്കിൽ എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ അട്രാക്റ്റീവും ഇൻ്റലിജൻറ്റുമാക്കി മാറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. സോ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ലിസണിങ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കാനും അത് നിങ്ങളെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനായി സഹായിക്കുന്നുണ്ടെന്നും മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനവും വിശ്വാസവും നിങ്ങളെക്കുറിച്ചുള്ള ചിന്താഗതിയും എത്തരത്തിൽ മാറ്റിയെടുക്കുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. സോ ഹൗ ലിസണിങ് സ്കിൽസ് മേക്ക് യു മോർ അട്രാക്റ്റീവ് ആൻഡ് ഇൻ്റലിജൻറ്റ്. നമ്പർ 1, പീപ്പിൾ ലൈക്ക് ടു ഫീൽ ഹിയർഡ്. ആളുകൾ താൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ കേൾക്കുന്നുണ്ട് എന്നത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജെന്യുവിനായി മറ്റൊരാൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും കേൾക്കാനായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വാല്യൂ നൽകുന്നുണ്ടെന്നും അവരെ അംഗീകരിക്കുകയും അവർക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും അവരിൽ തോന്നിപ്പിക്കുന്നു. സോ ഈ ഒരു ഫീൽ അവരിൽ നിങ്ങളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാനായി പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. സോ നിങ്ങളുടെ പ്രസൻസ് ഒരുപാട് എൻജോയ് ചെയ്യാനും ഇഷ്ടപ്പെടാനും ഇത് കാരണമാകും. നമ്പർ 2, യു ബിക്കം മോർ കരിസ്മാറ്റിക്. നല്ല ശ്രോതാക്കൾ എപ്പോഴും കൂടുതൽ ചാർമിംഗ് ആൻഡ് എൻഗേജിംഗ് ആയി കാണപ്പെടുന്നു. കാരണം ഇത്തരത്തിലുള്ളവർ ചിന്താപൂർവം പ്രതികരിക്കുന്നു. സോ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും വ്യക്തമായി പറയാനും ഇത്തരത്തിലുള്ളവർക്ക് സാധിക്കും. നമ്പർ 3, ഇൻക്രീസ് ഇമോഷണൽ കണക്ഷൻ. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം കേൾക്കാനും ജെന്യുവിനായി റെസ്പോണ്ട് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ സോ ഇത്തരം ആളുകൾക്ക് കൂടുതൽ ആഴത്തിലുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കാനായി സാധിക്കും. സോ ഇത് മറ്റുള്ളവർക്ക് നിങ്ങളെ കൂടുതൽ ട്രസ്റ്റബിളായി കാണാനും നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടാനും കാരണമാകുന്നു. നമ്പർ 4, ഷോസ് കോൺഫിഡൻസ് ആൻഡ് മെച്യൂരിറ്റി. ക്ഷമയോടെ യാതൊരു തടസ്സങ്ങളും ഉണ്ടാക്കാതെ കേൾക്കാൻ ശ്രമിക്കുന്നവർക്ക് മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ കമ്പോസ്ഡ് ആൻഡ് മെച്യൂർ പേഴ്സണായി മാറാനായി സാധിക്കും. സോ ഇത് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നും മെച്യൂർഡായ ഒരു വ്യക്തിയാണെന്നുമുള്ള ഫീലായിരിക്കും മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നത്. നമ്പർ 5, ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ്. നല്ല രീതിയിൽ കേൾക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ സാമൂഹിക സൂചനകൾ നന്നായി മനസ്സിലാക്കുകയും നിങ്ങളുടെ ഇടപെടലുകൾ കൂടുതൽ സ്മൂത്തർ ആവുകയും ചെയ്യും. നമ്പർ 6, ഒബ്സേർവ്സ് മോർ നോളജ്. വളരെ ശ്രദ്ധയോടെ കേൾക്കാനായി നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ആളുകളിൽ നിന്നോ അനുഭവങ്ങളിൽ നിന്നോ പുസ്തകങ്ങളിൽ നിന്നോ പുതിയ കാര്യങ്ങൾ അറിയാൻ, മനസ്സിലാക്കാൻ, പഠിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇത് കൂടുതൽ അറിവുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ സഹായിക്കും. നമ്പർ 7, ഇൻഹാൻസസ് ക്രിട്ടിക്കൽ തിങ്കിങ്. കൂടുതൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ശ്രവിക്കാനായി ശ്രമിക്കുന്നതിലൂടെ നിങ്ങൾ വിവരങ്ങൾ മികച്ച രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും അതുവഴി ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നു. സോ ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇംപ്രൂവ് ചെയ്തെടുക്കാനായി സാധിക്കും. നമ്പർ 8, പ്രിവെൻറ്റ്സ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. നല്ലൊരു ശ്രോതാവിന് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും സാധിക്കും. സോ മറ്റുള്ളവരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് പ്രശ്നപരിഹാരത്തിനും അനാവശ്യ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും സഹായിക്കുന്നു. നമ്പർ 9, എൻകറേജസ് ഓപ്പൺ മൈൻഡഡ്നെസ്. ഒരു നല്ല കേൾവിക്കാരനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ ക്ഷമയോടെ ശ്രദ്ധിച്ച് കേൾക്കാനും അതിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാനും സാധിക്കും. സോ ഈ ഒരു കഴിവ് കൊണ്ട് തന്നെ പലരിൽ നിന്നും വ്യത്യസ്തമാർന്ന വൈവിധ്യമാർന്ന പല വീക്ഷണങ്ങളെയും നേടാനായി ഇവർക്ക് സാധിക്കുന്നു. ഇത് നിങ്ങളെ കൂടുതൽ അറിവുള്ള ഇൻ്റലിജൻ്റ് ആയ ഒരു പേഴ്സണാക്കി മാറ്റാനായി സഹായിക്കും. നമ്പർ 10, ഇംപ്രൂവ്സ് കമ്മ്യൂണിക്കേഷൻ. കേൾക്കുന്നത് നിങ്ങളെ എങ്ങനെ എഫക്റ്റീവായി റെസ്പോണ്ട് ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നു. നിങ്ങളുടെ സംഭാഷണങ്ങളെ കൂടുതൽ അർത്ഥവത്തായ മീനിങ് ഒന്നാക്കി മാറ്റുകയും ചെയ്യുന്നു. സോ ഒരു നല്ല കേൾവിക്കാരനാവാൻ നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസാണ് ക്ഷമ, സഹാനുഭൂതി, ആത്മവിശ്വാസം, ജിജ്ഞാസ, ആത്മനിയന്ത്രണം എന്നിവ. ക്ഷമ പ്രതികരിക്കുന്നതിന് മുമ്പ് ആഗിരണം ചെയ്യാനും വിശകലനം ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നു. സഹാനുഭൂതി മറ്റുള്ളവരുമായി വൈകാരികമായി ബന്ധപ്പെടാൻ നിങ്ങളെ അനുവദിക്കുന്നു. ആത്മവിശ്വാസം സംസാരിക്കുന്നതിന് മുമ്പ് കേൾക്കുന്നത് സ്വയം ഉറപ്പ് കാണിക്കുന്നു. ജിജ്ഞാസ പഠിക്കാനും വളരാനും നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ആത്മനിയന്ത്രണം ശാന്തത പാലിക്കാനും സാഹചര്യങ്ങൾ നന്നായി മനസ്സിലാക്കാനും സഹായിക്കുന്നു. സോ ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒരു നല്ല കേൾവിക്കാരനിൽ ഉള്ളതും ഒരു നല്ല കേൾവിക്കാരനാകാൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുമായ കാര്യങ്ങളാണ്. ഒരു നല്ല കേൾവിക്കാരനാകുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ചില പ്രധാനപ്പെട്ട നേട്ടങ്ങൾ: ശക്തമായ ബന്ധങ്ങൾ. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ശക്തമായ ബന്ധങ്ങൾ ബിൽഡ് ചെയ്തെടുക്കാനായി ഇത് നിങ്ങളെ സഹായിക്കും. രണ്ടാമത്തേത്, മികച്ച നേതൃത്വവും തീരുമാനമെടുക്കാനുള്ള കഴിവും.
മൂന്നാമത്തേത് കൂടുതൽ ബോധ്യപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതുമായ സംഭാഷണങ്ങൾ. നാലാമത്തേത് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും ആദരവും വർദ്ധിക്കും. അഞ്ചാമത്തേത് ഉയർന്ന വൈകാരിക ബുദ്ധി. സോ ഫ്രണ്ട്സ്, നിങ്ങളൊരു നല്ല ലിസണർ ആണോ എന്ന് മനസ്സിലാക്കാനും ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടാക്കിയെടുക്കാനും ശ്രമിക്കുക.